കൂടി കടന്നു വരുവാനും ഇവിടെയുള്ള പ്രിയപ്പെട്ടവർ അങ്ങനെ എല്ലാ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ എനിക്കും കടന്നു വന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയില് നാം ആയിരിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തില് അനുഗ്രഹത്തിന് കാരണം. ദൈവസന്നിധിയില് നമ്മൾ ഉപവസിക്കുന്നു. ഉപവസിക്കുക എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. കർത്താവുമായിട്ട് വസിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന പർട്ടിക്കുലറായിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വലിയ ശബ്ദ കോലാഹലമൊന്നുമില്ലാതെ ശാന്തമായ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തത്തക്ക നിലയിൽ മെസ്സേജ് തരുവാനാണ് പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്. ഉപവാസത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സങ്കീർത്തനത്തില് ദാവീദ് ഒരിക്കല് തന്റെ 35-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്നു, അവർ രോഗിയായി കിടന്നപ്പോൾ ഞാൻ കരഞ്ഞ് ആത്മതപനം ചെയ്തു. 69-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ കരഞ്ഞ് അത് ആത്മതപനം ചെയ്തു. ഈ അതിന്റെ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ when I wept and chastened my soul with fasting എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ചെസന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശിക്ഷിച്ച് നന്നാക്കിയെന്ന്, അഥവാ ഞാൻ നിയന്ത്രിച്ചു എന്നാണ്. അഥവാ ഞാൻ എന്റെ സോളിനെ ഞാൻ തിരുത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആക്കിയെന്നോ. അപ്പൊ കരഞ്ഞ് ഉപവസിച്ച് ആത്മതപനം ചെയ്തു. ദൈവത്തിന് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നതിനകത്ത് എന്തെല്ലാം കാണണം? ഒരു വിങ്ങിപ്പൊട്ടൽ കാണും, കരച്ചിൽ കാണും, ഒരു ആത്മതപനം ഉണ്ടായിരിക്കും, അപ്പോൾ തന്നെ ഉപവാസം ഉണ്ടായിരിക്കണം. ഫാസ്റ്റിംഗ്, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ ആത്മാവിന് അഥവാ നമ്മുടെ സോള് വിടുതൽ പ്രാപിക്കത്തക്ക നിലയിൽ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അളവിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലും. നമുക്ക് ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഉപവസിക്കുമ്പോ നമ്മൾ മോശയെ കുറിച്ച് പഠിക്കുമ്പോ മുഖവരിയായിട്ട് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മോശ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവം മോശയെ വിളിച്ചതാ. താന് സിനായി പർവ്വതത്തില് ഇറങ്ങി വന്നു. ദൈവം മോശയോട് പറഞ്ഞു കേൾക്കണം. അങ്ങനെ 40 ദിവസം മോശ സിനായി പർവ്വതത്തിൽ ദൈവത്തോട് കൂടെയായിരുന്നു. 2 പ്രാവശ്യം 40 ദിവസം ഇരുന്നു. എന്നാല് താന് അവിടെ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്റെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചു. നമ്മൾ ഈ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ എത്ര പേർക്ക് സന്തോഷം. പാളയത്തില് ഈ പ്രശ്നം നടക്കുക. പാളയത്തിലുള്ളവർക്ക് അവന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനൊരു മൂടുപടം എടുത്ത് അവന്റെ മുഖത്തേക്ക് ഇട്ടു. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തിലേക്ക് ഉപവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദൈവവേദിലെ നമ്മുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കും. മറ്റുള്ളവർ കണ്ടു പറയണം, സംതിങ് ഹാസ് ഹാപ്പൻഡ് വിത്ത് മീ. Hallelujah. This sister or this brother or this boy or girl. Hallelujah. What is that? എന്താണ് അത് സംഭവിച്ചത്? ദൈവസന്നിധിയിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ച ദൈവമക്കളുടെ ത്വക്ക് പ്രകാശിക്കാനിടയായി. മോശ ഉപവസിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കൽപ്പനകളെ പ്രാപിപ്പാൻ, ദൈവിക നിയോഗങ്ങളെ പ്രാപിപ്പാൻ, വലിയൊരു ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള സകല കൽപ്പനകളും ചട്ടങ്ങളും ദൈവത്തിൽ പ്രാപിപ്പാനാണ് ദൈവസന്നിധിയിൽ താൻ 40 ദിവസം ചെലവഴിച്ചത്. നാം എന്തിനാ ചെലവഴിക്കുന്നത്? നാം എന്തിനു വേണ്ടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ എനിക്ക് പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവസന്നിധിയിൽ നാം ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ മോശ ഈ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ അവിടെ പറയുന്നേ, 7 ദിവസം സീനായി പർവ്വതത്തിൽ ഇരുന്നെങ്കിലും 7 ദിവസം മോശയെ വിളിച്ചില്ല ദൈവം.
7-ാം ദിവസമാണ് എന്ത് പറയുന്നത്? കയറി വരാൻ. നമ്മളിപ്പോ 12-ാമത്തെ ദിവസമായിരുന്നേ. മിക്കവാറും 7 ദിവസം കഴിഞ്ഞു അല്ലേ? എത്ര പേരെ ദൈവം വിളിച്ചിട്ടുണ്ട് മുകളിലോട്ട്? കയറി വാ, കയറി വാ. ഇതുവരെയും വിളിക്കാത്ത ഒരു ഇരിപ്പുണ്ടോ ഇവിടെ? എന്റെ സന്നിധിയിലേക്ക് കയറി വാ. പ്രൈസലോ. എനിക്ക് നിന്നോട് സംസാരിപ്പാനുണ്ട്, എനിക്ക് നിന്നോട് ഇടപെടാനുണ്ട്, എനിക്ക് നിന്റെ ജീവിതത്തോട് ഇടപെടാനുണ്ട്, നിന്റെ പ്രതിസന്ധികളോട് ഇടപെടാനുണ്ട്, നിന്റെ വ്യക്തികളോട്, വ്യക്തി ജീവിതങ്ങളോട് എനിക്ക് ഇടപെടാനുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ആമേൻ, ഹല്ലേലൂയ. ദൈവ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടപെടും. ഹല്ലേലൂയ. ആ ആത്മാവിന്റെ ആ ഇടപെടലുകളാ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ ഇന്ന് രാത്രികാലം ദൈവം നമ്മെ ഇടയാക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രേക്ഷകരോ, ഞാന് എന്നെ ഏൽപ്പിച്ച ഒരു വേദവാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് 2 Corinthians chapter 2 verses 11 വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേദവാക്യമാണ്. ഇറ്റ്സ് എ വെരി ഫെമിലിയർ വേഴ്സസ്. Everyone knows that one. 2 Corinthians 2:11 ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ട് ആരെങ്കിലും ഏതെങ്കിലും ഭാഷ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചില വ്യക്തി ജീവിതങ്ങളോട് ഇടപെട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും. തീർച്ചയായിട്ടും നാം ആ സിനായി മലയുടെ ആ വിശുദ്ധമായ അനുഭവത്തിൽ അത് ഇരിക്കുന്നതെന്ന് നാം ഓർത്തുകൊള്ളണം. അവിടെ യാതൊരു അശുദ്ധനും കടന്നു വരാൻ പാടില്ല, ഒരു മൃഗവും കടന്നു വരാൻ പാടില്ല, എല്ലാവരും ദൂരെയാണ്. എന്നാൽ ദൈവത്താൽ വിളിക്കപ്പെട്ട മോശ മാത്രമേ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുള്ളൂ. ഇന്ന് ഇന്ന് രാത്രികാലം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവര് മാത്രമേ ഇവിടെ കടന്നു വന്നിട്ടുള്ളൂ. വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം വാസ്തവമായും ഇന്ന് രാത്രികാലം എന്നോട് ഇടപെടും, എന്നോട് സംസാരിക്കും. എന്റെ വ്യക്തിപരമായി എന്നോട് ദൈവം ഇടപെടുവാൻ പോകുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി എന്നറിഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു. പൗലോസ്ലീഹ കൊരിന്ത്യയിലെ വിശ്വാസികൾക്ക് എഴുതുന്നത്, ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല, പോയിന്റിലേക്ക് കടന്നു വരികയാണ്. സാത്താൻ നമ്മെ പറഞ്ഞാട്ടെ, സാത്താൻ നമ്മെ തോൽപ്പിക്കും. അപ്പൊ സാത്താന്റെ പരിപാടി എന്നാ? സാത്താന്റെ പരിപാടി ഉറക്കെ പറഞ്ഞാട്ടെ, തോൽപ്പിക്കരുത്, തോൽപ്പിക്കുക. സാത്താന്റെ ജോലി എന്താ? നമ്മളെ വിരുദ്ധ ഇല്ലാതാക്കുക. നമ്മുടെ മുന്നോട്ടുള്ള ആത്മീയ കാര്യങ്ങളിൽ നമ്മുടെ വിരുദ്ധ നഷ്ടപ്പെടുത്തി നമ്മെ തോൽപ്പിച്ചു കളയുക എന്നുള്ളതാണ് ആരുടെ പദ്ധതി എന്ന് പറയുന്നത്? സാത്താന്റെ പദ്ധതി എന്ന് പറയുന്നത്. സാത്താൻ ആരാ? നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ആവിയോ ഒരു ഏതോ ഒന്നല്ല. ഈസ് എ ലിവിങ് ക്രീച്ചർ, ഈസ് എ സ്പിരിച്വൽ ലിവിങ് ക്രീച്ചർ. ഒരു വീണുപോയ ദൂതനാ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരാളല്ല. മോശയുടെ ശരീരത്തിന് വേണ്ടി ഈ പുള്ളി എന്ത് ചെയ്തു? തിരിച്ചു നോക്കിയാട്ട് മോശയുടെ ശരീരം ശവമടക്കാൻ ശരീരം കിടത്തിയിരിക്കുമ്പോൾ ആരെ വാദിക്കുന്നത്? ഗബ്രിയേൽ മീഖായേൽ വന്നവനെ എന്ത് ചെയ്തു? അത് ശരിയായിട്ട് കൊച്ചു പുള്ളിയൊന്നുമല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ നടക്കാൻ കാര്യം എന്താണെന്നറിയാമോ? നമ്മളൊരു രക്തത്തളിയുടെ അകത്തിരിക്കുന്ന നമുക്ക് വേണ്ടി അറക്കപ്പെട്ട പെസഹാടിന്റെ രക്തം എന്റെ കളിച്ചിരിക്കുന്നത് കൊണ്ടാണ് പിശാചിന് എന്റെ ഉള്ളിൽ അടുക്കാൻ കഴിയാതിരിക്കുന്നത്. അത് കൂടാതെ വേറൊരു കാര്യമുണ്ട്, അദൃശ്യമായ മുദ്ര നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. വീണ്ടെടുപ്പിൻ നാളിനായി പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്. ആ മുദ്ര നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ദൈവ പൈതലേ ഈ അദൃശ്യമായ മുദ്ര, ഈ അദൃശ്യ ജീവിയായ ഈ സാത്താന് കാണുവാൻ കഴിയും, എനിക്ക് കാണാൻ കഴിയത്തില്ല. ലോകത്തിലെ ആർക്കും അത് കാണാൻ കഴിയത്തില്ല. എന്നാൽ ആർക്കും കാണാൻ കഴിയും? പിശാചിന് കാണാൻ കഴിയും. ആ മുദ്ര കാണുമ്പോൾ അവൻ അറിയാം ഇത് ആരുടെ വകയാണ്? ഇത് നസ്രായനായ യേശുവിന്റെ വകയാണ്. ഇതിന്മേൽ എനിക്ക് അധികാരമില്ല, ഇതിനെ തൊടുവാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സുരക്ഷിതരായി ഇരുവരെയും ഇരിപ്പാൻ കാരണം. അല്ലാതെ എന്റെ കഴിവോ എന്റെ മിടുക്കോ
എന്റെ ആന്റിബയോട്ടിക്കിന്റെ കൂടുതലോ ഹല്ലേലൂയ യാതൊന്നുമല്ല എന്റെ ഡ്രൈവിംഗിന്റെ മേന്മയോ അല്ല. ദൈവ പൈതലേ, ഞാൻ നിങ്ങളും ഇന്നും ജീവനോട് ഇരിക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് വെച്ചാൽ എന്റെ തമ്പുരാൻ യേശുവിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആമേൻ. നാം അവന്റെ സ്വന്തമാണ്, അവന്റെ വകയാണ്. ഹല്ലേലൂയ. നാം അവന് വിലയേറിയവരും മാന്യരുമാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? സാത്താൻ. ഏറ്റവും വലിയ ശത്രുവാണ് സാത്താൻ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു. നമ്മൾ അവന്റെ കൂട്ടം വിട്ടവരാ. നമ്മളെ ലോകത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തു. യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കയില്ലായിരുന്നു. പകയ്ക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾ ലോകക്കാരല്ല, ലോകത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഒരു പ്രത്യേക ജനമായി, പത്രോസ്ലീഹയുടെ ഭാഷയിൽ പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, രാജകീയ പുരോഹിത വർഗം. അടുത്ത വാക്യമാണ് ദൈവത്തിന്റെ സ്വന്തം ജനം. God's own people. എത്ര പേർക്ക് സന്തോഷമുണ്ടാ? ശ്രേഷ്ഠകരമായ ഒരു പദവിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖമൊക്കെ ഒന്ന് പ്രസന്നമാകട്ടെ. നമുക്ക് ദൈവത്തിന്റെ വകയാന്നേ, ദൈവത്തിന്റെ ഭവനക്കാരാ. ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ നീ അന്യന്മാരും പരദേശികളും അല്ലെന്നേ. നിങ്ങൾ ആരാ? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. നമുക്കൊരു ഭവനം കിട്ടി, ദൈവത്തിന്റെ ഭവനം. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ അനുഭവം. അതുകൊണ്ട് ആ പിശാച് നമുക്കെതിരായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ വിശുദ്ധന്മാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? എഫേസ്യ ലേഖനം 4:27 ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ആ ഭാഗം ഞാൻ മുന്നോട്ട് വിടുകയാണ്. പിശാചിനെ കുറിച്ച് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഈവന്തോ അവന്റെ അവന്റെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവന് എന്താണെന്ന് അറിയാമോ? അവൻ അപവാദി. തന്റെ വിശുദ്ധന്മാരെ കുറിച്ച് എന്ത് പറയുന്ന പരിപാടി? അവന് അപവാദം പറയുന്ന അപവാദി. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് ദൈവത്തിന്റെ ആളുകളാ, ദൈവത്തിന്റെ ഭവനക്കാരാ. അവൻ തന്ത്രമായതല്ല, അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. അപ്പൊ ഈ തന്ത്രപരമായി നമ്മളെ കൊണ്ട് മറ്റ് പലരെ കുറിച്ചും പലതും പറയിപ്പിക്കുവാൻ അവൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മീഖായേലിനെ പോലെ സ്പർശിക്കണം, വിട്ടുപോകാൻ പറയാം. കാരണം നമ്മള് അങ്ങനെയുള്ള നിന്റെ സ്വഭാവം അല്ല. ഞങ്ങൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞങ്ങൾക്ക് ആരുടെ സ്വഭാവമാ? യേശു ക്രിസ്തുവിനുള്ള അതേ ഭാവം തന്നെ എന്നിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ സ്വഭാവമായി എനിക്ക്, യേശു ക്രിസ്തുവിന്റെ മനസ്സാ എനിക്ക്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു, ആ സ്വഭാവമുള്ളവരാകുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ആ സ്വഭാവത്തിലേക്കൊന്ന് മടങ്ങി നമുക്കൊന്ന് ഇറങ്ങി ഈ വിശ്വാസ പ്രാർത്ഥന നാം പ്രാപിച്ചെടുക്കുന്നത് പലതും. ജോലിയൊക്കെ തരും ദൈവം, രോഗമൊക്കെ സൗഖ്യമാക്കും ദൈവം. അതിൽ പുതിയ കാറൊക്കെ നമുക്ക് ലഭിക്കുമെന്നേ, മക്കളുടെ കല്യാണമൊക്കെ നടക്കുമെന്നേ, അതിൽ എല്ലാം ദൈവം ചെയ്തു തരുമെന്നേ. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രത്യേകിച്ചു അങ്ങ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ടാന്നേ. ഞാൻ ഇതിന് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ഹല്ലേലൂയ. നമ്മുടെ രക്ഷയുടെ പാക്കേജിൽ പെട്ടതായി ഇതെല്ലാം കേട്ടോ. ഞാനൊരു ഉദാഹരണം പറയാം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ദൈവജനം അവരോട് പറഞ്ഞ ഒരു വാഗ്ദത്തം എന്തായിരുന്നു അറിയാം? ഒറ്റ വാഗ്ദത്തമേ കൊടുത്തുള്ളൂ, കനാൻ നാട്. നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിലേക്ക് നിങ്ങളെ, അതെങ്ങനെയുള്ള ദേശമാണ്? പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനാണ് രക്തത്തളി ആചരിച്ച് മോശയുടെ നേതൃത്വത്തിൽ അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് ചെങ്കടൽ കടത്തി സ്നാനത്തിന് മുൻകറി മരുഭൂമിയിലൂടെ കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അവർക്ക് എന്താണ് അവരോട് പറഞ്ഞ പ്രോമിസ്? എന്താണ്?
അവരുടെ പ്രോമിസ് ഇത് മാത്രമാണ് കനാൻ നാട്. അത് അക്ഷരികമായ കനാൻ നാടാണെങ്കിൽ നമുക്ക് ആത്മീയമായ പുതിയ യെരൂശലേം. അതാണ് ആ പാക്കേജിനകത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അറിയാം. മന്ന ഉണ്ടായിരുന്നു, മേഘത്തണലുണ്ടായിരുന്നു, അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു, പാറയിലെ വെള്ളം ഉണ്ടായിരുന്നു. ഇതൊന്നും ആദ്യം പറഞ്ഞോ? ഇതെല്ലാം ഈ രക്ഷയുടെ പാക്കേജിനകത്തുള്ളതാ. അങ്ങനെയാണെങ്കിൽ വീട് പാക്കേജിലുള്ളതാ, ജോലി ആ പാക്കേജിലുള്ളതാ, മക്കളുടെ കല്യാണം ആ പാക്കേജിലുള്ളതാ. ഹല്ലേലൂയ. അതാത് സമയം വരുമ്പോൾ ദൈവവേദി അതൊക്കെ തമ്പുരാൻ നമുക്ക് തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടണ്ട. അതുകൊണ്ടാ പറഞ്ഞ് ഇതൊക്കെ ഓർത്ത് ആരാ ഭാരപ്പെടുന്നത്? ജാതികൾ ഭാരപ്പെടുന്നു, വിചാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങളുടെ സ്വർഗീയ പിതാവ് അതൊക്കെയും നിങ്ങൾക്ക് ചെയ്തു തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിചാരപ്പെട്ട് മനം കലങ്ങി ലോകത്തിന്റെ ചിന്തകളിൽപ്പെട്ട് പലപ്പോഴും നാം ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഭൂമി വിട്ട് ഈ പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാട്ടുജാതിക്കാരായ കുറെ പേര് ഈ ഒരു യാഗം കഴിക്കാൻ അവരുടെ ഈ സാക്രിഫൈഷ്യൽ അവരുടെ സെറിമണി ഉണ്ട്. അതിന് പന്നിയെ യാഗം കഴിക്കുന്നത്. അവർ ഒരു പന്നിയെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിന്റെ കാല് നാലും കൂടെ ടൈരണ്ടിനെ ചേർത്ത് ഒരു കമ്പില് കോർത്ത് രണ്ടുപേര് ഈ പന്നിയെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അന്നേരമാണ് ഈ പന്നി ആദ്യമായിട്ട് ആകാശം കാണുന്നത്. ആകാശത്ത് നോക്കിയപ്പോ സന്ധ്യാസമയമായി, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, വളരെ മനോഹരമായി. പന്നി പറഞ്ഞു, ഇത്രയൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് എന്ന് പറയുകയാണ്. പക്ഷെ താമസിച്ചു പോയി കേട്ടോ. ഹല്ലേലൂയ. അടുത്ത 10-6 മണിക്കൂറിനുള്ളിൽ അവന്റെ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെ അവസാനമായിരിക്കും മേലോട്ട് നോക്കുന്നത്. അല്ല, ദൈവവേദന ഇപ്പോഴേ നോക്കിക്കോ, ഇപ്പോഴേ നോക്കിക്കോ. നമുക്ക് അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുകയാ. നമ്മുടെ കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോയി നിൽക്കുകയാണ്. ഞാൻ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പോയതുപോലെ വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. ആകയാൽ കൊലോസ്യ ലേഖനം 3:1 വായിക്കുന്നു, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, അത് തന്നെ ആഗ്രഹിപ്പീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവവേദനയിലെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നല്ല, പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കത്രേ വേണ്ടതാ. എന്നാൽ അതിന് ഭാരപ്പെടുകയല്ല. നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, അതെനിക്ക് തക്ക സമയത്ത് ചെയ്തു തരും. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെ അറിഞ്ഞിരിക്കണം. ഞാൻ അതിന്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വരിക. പ്രാർത്ഥനകൾ, സാത്താന്റെ തന്ത്രങ്ങൾ, ദ മെത്തേഡ്സ് ഓഫ് സാറ്റൻ. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ പിശാചിന്റെ തന്ത്രങ്ങൾ? എന്താണ്? ഒന്നാമത്തെ തന്ത്രമാണ് നമ്മുടെ ശ്രദ്ധ പതറിക്കുക. നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടായിരിക്കണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, രക്ഷാനായകനെ നോക്കുക, യേശുവിനെ നോക്കുക. നമ്മുടെ ശ്രദ്ധ പലപ്പോഴും ആരിലേക്ക് തിരികെയാണ്? ഭൂമിയിലേക്ക് തിരികെയാണ്, ഉയരത്തിലേക്കല്ല. കണ്ണുകൾ ഉയർത്തുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്താണ്? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മുടെ ശ്രദ്ധയെ പതറിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ നാം ഈ ദിവസങ്ങളിൽ വ്യക്തമായി അറിയണം. 1 യോഹന്നാന്റെ ലേഖനം എടുത്താട്ടെ, അതിന്റെ 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ എടുത്ത് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം, 1 John chapter 2 verses 15 and 16. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പ്രത്യേകിച്ച് നമ്മെ ഉപദേശിക്കുന്ന ഒരു ഉപദേശമുണ്ട്. വായിച്ചാട്ടെ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകും ആകുന്നത്. അടുത്ത 17-ാമത്തെ വാക്യം കൂടെ വായിച്ചു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്താ അവിടെ പറഞ്ഞ യോഹന്നാൻ അപ്പോസ്തലൻ? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പിന്നെന്താ അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ.
ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, ആ കൺമോഹം, ആമേൻ, ജീവനത്തിന്റെ പ്രതാപം, ആമേൻ, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ഹല്ലേലൂയ, ലോകത്തിൽ നിന്നത്രയാകും. ആമേൻ. നമുക്ക് പിതാവിന്റെ സ്നേഹം കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ അറിയാവുന്ന വാക്യാണല്ലോ. കാൺമീൻ, യോഹന്നാൻ 3:1 കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആകുന്നു, നാം ആകുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. അങ്ങനെ തന്നെ ആകുന്നു. അങ്ങനെ തന്നെ ആകുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഹല്ലേലൂയ. അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അങ്ങനെയാണോ നാമ? കാൺമീൻ. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആകുന്നു നാം. എത്ര പേർക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും? ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നവന്റെ ഉള്ളിൽ ദൈവ സ്നേഹമില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, അങ്ങനെ തന്നെ കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെയാകുന്നു നാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ, ചേഞ്ചസ്, മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കണമെങ്കിൽ ചേഞ്ചസ്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. മോശ അതിശ്രേഷ്ഠനായ ഒരു നേതാവായി മാറാനുള്ള കാരണം എന്താണെന്നറിയാമോ? അല്ലെ, ആ ദൈവം അവനെ കുറിച്ച് പറയുന്ന സാക്ഷ്യം ഇതാണ്: അവനെ പോലെ സൗമ്യൻ ഭൂതലത്തിൽ ആരുമില്ലെന്നാ പറയുന്നത്. നോക്കിയാൽ അവന് വന്ന ചേഞ്ചസ് ഒന്ന് നോക്കണമേ. ഒറ്റ അടിക്കൊരു മിസ്രയീമിനെ കൊന്ന് മണലിനകത്ത് പൂഴ്ത്തി വെച്ചവനെ പറയുകയാണ്, അവനെ പോലൊരു സൗമ്യൻ ലോകത്ത് വേറെ ഇല്ലെന്ന്. അപ്പൊ അവന്റെ ചേഞ്ചസ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അഹരോനും മിരിയാമും അമ്മാവനും ചേച്ചിയും ചേട്ടനുമാ രണ്ടുപേരുടെ നിന്നുകൊണ്ട് മോശക്കെതിരായിട്ട് പറയുകയാണ്, എങ്ങാണ്ട് ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ച നീ മാത്രമല്ല ഞങ്ങളും പ്രവചിച്ചിട്ടുണ്ട്, ഞങ്ങളും ഈ ജനത്തെ നടത്താൻ ഞങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, നിന്നെ കുഞ്ഞിലെ മുതല പിടിക്കാതെ നോക്കിയത് ഞങ്ങളാന്നൊക്കെ പറഞ്ഞ പലതും പറഞ്ഞവനെ ദുഷിക്കുമ്പോൾ അവന് ഒരു വാക്കുരിയാടിയില്ലെന്നാ പറയുന്നത്. പണ്ടത്തെ മോശയാണെങ്കിലും ആലോചിച്ച് നോക്കിയാട്ടെ, മിരിയാമും കാണത്തില്ല, അഹരോനും കാണത്തില്ല. ഇപ്പൊ അവൻ ഒരു വാക്ക് മിണ്ടിയില്ല. അവൻ മിണ്ടാതിരുന്നപ്പോ അവന് വേണ്ടി മിണ്ടാൻ ആരിറങ്ങി വന്നു? ദൈവമാകങ്ങളിൽ അവന് വേണ്ടി ഇറങ്ങി വന്നു. ദൈവമേ, നീ വാദിക്കുന്നവരോട് നീ വാദിക്കണ്ട, നിനക്ക് വേണ്ടി വാദിക്കാൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നേ. മോശയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണെന്നറിയാമോ? മോശയല്ല, അവന് വേണ്ടി യഹോവയായ ദൈവം അഹരോനോടും മോശ അതെ മിരിയാമിനോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തൻ ഉണ്ടെന്നേ. ഹല്ലേലൂയ. കമ്പനിയിലാകട്ടെ, നിങ്ങളുടെ അത് ചുറ്റുവട്ടങ്ങളിലാകട്ടെ, ഹല്ലേലൂയ, നീ വാദിക്കാൻ പോകണ്ട. ദൈവമൈതലേ, നിനക്ക് വേണ്ടി വാദിക്കുന്നവരോട് വാദിപ്പാൻ എന്റെ തമ്പുരാൻ ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. ആ ചേഞ്ച് നമുക്കുള്ളിൽ വരണം, ആ വ്യത്യാസം നമുക്കുള്ളിൽ വരണം, ദൈവത്തിന്റെ ആ ഭാവം നമ്മിൽ വരണം. ഹല്ലേലൂയ. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചുമ്മാ അതല്ലാതെ അതെ മോശയെ ഇപ്രകാരം രൂപാന്തരപ്പെടുത്തി എടുപ്പാൻ തമ്പുരാൻ യഹോവയായ ദൈവം അവനെ ആ പ്രകാരം നടത്തിയെങ്കിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഈ സ്വഭാവത്തിലേക്ക് അതെ നമ്മെ നടത്തിക്കൊണ്ടുവരുവാൻ എന്റെ പിതാവായ ദൈവം ചെലവാക്കിയ തന്റെ അരുമപുത്രനായ ക്രിസ്തുവിനെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പുത്രനായ ക്രിസ്തുവിന്റെ അവസാനക്കുള്ളിൽ രക്തം വരെയാണ് എന്നെ നിങ്ങളെയും ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പിതാവായ ദൈവം ചെലവാക്കിയത്. ദൈവം അത് ഓർക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഈ പാപ സ്വഭാവത്തിലും ഈ പിശാചിന്റെ കെണിയിലും അവന്റേതായ തന്ത്രങ്ങളിലും പെട്ട് എനിക്ക് പോകുവാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ.
കണ്ണീ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. അങ്ങനെ തന്നെ ആകുന്നു നാം. നമുക്ക് പറയണം, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയണം, അങ്ങനെ തന്നെ ആകുന്നു ഞാൻ, അങ്ങനെ തന്നെ ആകും ഞാൻ. ആ ഒരു മഹത്വപരമായ സ്വഭാവത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇവയൊന്നും ആരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ല. ജഡമോഹം, കൺമോഹം, അത് ജീവനത്തിന്റെ പ്രതാപം പിശാചിന്റെ തന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ട 3 തന്ത്രങ്ങളാണ്. നമ്മുടെ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ ഉപയോഗിച്ചതും ഇതേ തന്ത്രമാണ്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് യേശുവിനെ കൊണ്ടുപോയി പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന്. ആരെ കൊണ്ടുപോയി? യേശുവിനെ. ആര് കൊണ്ടുപോയി? അപ്പൊ പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു ജോലിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിചാരം പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ഒരു ജോലിയുണ്ട്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ പിടിച്ചുകൊണ്ട് അങ്ങ് പോകും, എന്നിട്ട് വിട്ടുകൊടുക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയും. പരീക്ഷിച്ച് നോക്കാം. ദൈവവേദലേ, ഈ പിശാചിന്റെ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷയ്ക്ക് 2 അർത്ഥമുണ്ട്. അറിയാമോ? 2 അർത്ഥമുണ്ട്. ഒന്ന്, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാ, അപ്പോൾ തന്നെ തമ്പുരാൻ നമ്മളെ ടെസ്റ്റ് ചെയ്യുക. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിന്റെ പ്രലോഭനം നിന്റെ മുൻപിൽ വരുമ്പോൾ അത് പിശാചിനാലാണ് പ്രലോഭനം വരുന്നത്. അപ്പോൾ തന്നെ തമ്പുരാൻ നിന്റെ വിശ്വാസത്തെ, നിന്റെ ആത്മീയത്തെ ടെസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അതേ ദാനിയേൽ പറഞ്ഞത്, ഞാൻ രാജകീയ ഭോജനം കൊണ്ട് എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല. അതെ യോസഫ് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇത് ചെയ്ത് ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? ദൈവ പൈതല ഈ സ്വഭാവമുള്ളവനായിരിക്കണം. പ്രലോഭനങ്ങൾ പിശാച് കൊണ്ടുവരുമ്പോൾ അതെ ആ പിശാചിനോട് പറയണം, ഇത് ഞാൻ ചെയ്ത എന്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യുകയില്ല. ഹല്ലേലൂയ. ദൈവം അങ്ങനെയുള്ളവരെ ആഗ്രഹിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവവേദലെ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിൽ നാം എന്ത് ചെയ്യണം? ജയിക്കണം, ജയിക്കണം. അതാ കൈനോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? പാപത്തിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കണം, നീ അതിനെ കീഴടക്കണം, നീ അതിനെ ജയിക്കണം. അപ്പോൾ ഓരോ പ്രലോഭനങ്ങളും പാപങ്ങളും അത് കമ്പനിയിൽ നിന്നാകട്ടെ, കൂട്ടുകാരിൽ നിന്നാകട്ടെ, സമൂഹത്തിൽ നിന്നാകട്ടെ, എവിടെ നിന്നായാലും അത് നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനമാകുമ്പോൾ തന്നെ ദൈവം നമ്മെ ടെസ്റ്റ് ചെയ്യുകയാണ്. അതിനാരനുവദിച്ചു? നമ്മളെ തൊടാൻ ആർക്ക് അധികാരമില്ല? പിശാചിന് അധികാരമില്ല. യോബിനെ തകർത്ത് കളയുവാൻ വട്ടം ചുറ്റി അവിടെയൊക്കെ പോയിട്ട് പറയുന്നത് എന്താണെന്നറിയാമോ? അവന് ചുറ്റും നീ വേലി കെട്ടിയിരിക്കുകയാ, എനിക്കങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. അവസരം തമ്പുരാൻ അനുവദിച്ചപ്പോൾ തൊടാൻ പറ്റി. അങ്ങനെ തൊടുന്നുണ്ടെങ്കിൽ ദൈവവേദനെ ആരനുവദിച്ചിട്ടാണ്? ദൈവം അനുവദിച്ചിട്ടാണ്. ദൈവം അനുവദിച്ചുവെങ്കിൽ എന്താണ്? അത് നാം ജയിക്കേണ്ടതിനാണ് അവൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. എന്റെ ദൈവം എന്നെ വിശ്വസിച്ച് പിശാചിനോട് പറഞ്ഞ നീ അവനെ പോയി ടെസ്റ്റ് ചെയ്യുക, അവൻ ജയിക്കും, അവൻ ജയിക്കും, അവൾ ജയിക്കും. അവൾ ആ പ്രലോഭനത്തെ ജയിക്കും, അവനെ പ്രലോഭനത്തെ ജയിക്കും. കോൺഫിഡൻസ് ആണ് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നാം അതിന് അതെ ആ കോൺഫിഡൻസിൽ നാം എന്തായിത്തീരണം? ദൈവസന്നിധിയിൽ അതെ നാം അത് ആ നിലയിൽ നാം അത് വെളിപ്പെട്ടു വരേണ്ടത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഒരു ഭാഗം അതെ റോമാലേഖനത്തിലേക്ക് കടന്നു വരാം. റോമാലേഖനം 8-ാം അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. 8-ാം അധ്യായം. അതിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം വായിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ജഡസ്വഭാവമുള്ളവർക്ക് ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ആമേൻ. അടുത്തത് ജഡത്തിന്റെ ചിന്ത മരണം, ആമേൻ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല.
കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതിന്റെ 9ാമത്തെ വാക്യം, നിങ്ങൾ ആ ഭാഗം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിക്കണം. അത് 9ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. എല്ലാവരും ഇതിലോട്ട് നോക്കിയാണ്. ഇനി അടുത്ത വാക്യം ഞാൻ പറയുമ്പോൾ വായിക്കാം. അപ്പോ നമ്മൾ അന്യഭാഷ പറയുന്നവരാണോ? എത്ര പേര് ഈ കൂട്ടത്തിൽ അന്യഭാഷ പറയുന്നവരുണ്ട്? ആമേൻ. പക്ഷെ ജഡസ്വഭാവം എത്ര പേർക്കുണ്ട്? അന്യഭാഷയും പറയും. ഉപവാസപ്രാർത്ഥനയാ. ഉപവാസപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മുറുക്കുക. ആരിതാത്തൊക്കെ മുറിച്ച് കളയുന്നതാണ് കാട്ടി ചെയ്ത് ചെത്തി വെടിപ്പാക്കുന്നത്. ഉപവാസപ്രാർത്ഥന എന്ന് പറഞ്ഞത് ചെത്തല. അവിടെ നടക്കുന്നത് ചെത്തല ക്രമീകരണങ്ങളാണ്. അല്ലെങ്കിൽ അന്യഭാഷ ഒരു വാക്കുകൊണ്ട് പറഞ്ഞിട്ട് ജഡസ്വഭാവമുള്ളവൻ അല്ല. അങ്ങനെയാണെങ്കിൽ ആത്മസ്വഭാവമുള്ളവർ ജഡ സ്വഭാവമുള്ളവരായിരിക്കയില്ല. ആമേൻ. 9ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ഹല്ലേലൂയ. നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്താൽ നമ്മുടെ ജഡികമായ ചിന്തകളും ജഡികമായ സംസാരങ്ങളും ജഡികമായ പ്രവൃത്തികളും ജഡികമായ വിഷയങ്ങളും ആത്മസ്വഭാവമുള്ളവർ അല്ല എന്ന് തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ എന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവ് അല്ല. ദൈവാത്മാവ് ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവം എന്നിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഹല്ലേലൂയ. പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് രാത്രികാലം ഒന്ന് കരഞ്ഞേൽപ്പിക്കണം. അപ്പ എനിക്ക് ആത്മസ്വഭാവം തരണമേ. ഓ ദൈവാത്മാവെന്നിൽ ഉണ്ട് എങ്കിൽ ആത്മസ്വഭാവമുള്ളവരാ. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ തന്ന സ്ഥിരമായ ഒരു ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. ഓ നിർമ്മലമായ ഒരു ഹൃദയം, ഓ സ്ഥിരമായ ഒരു ആത്മസ്വഭാവമുള്ളവരായി എന്നെ തീർക്കുമാറാകണമേ. സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാം. 13ഉം 14ഉം വാക്യങ്ങൾ എടുത്ത് വായിച്ചാട്ടെ. 13ഉം 14ഉം വാക്യങ്ങൾ അതേ അധ്യായത്തിന്റെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കുക. അപ്പോൾ നമുക്കൊരു ചാൻസ് തന്നിട്ടുണ്ട്. നമുക്കൊരു ചാൻസ് കൂടെ ദൈവം തരികയാ. എന്ത് ചെയ്യണം? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരവിപ്പിക്കുകയല്ല, മരിപ്പിക്കണം. നമ്മളൊക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. ദൈവമെതിരെ അത് ഫ്രീസറി വെക്കുന്ന പരിപാടിയല്ല. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ യു ഹാവ് ടു കിൽ ഇറ്റ്. ഹല്ലേലൂയ. കൊല്ലണമെന്നാ പറഞ്ഞേക്കുന്നത്, മരിപ്പിക്കണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ന് പകലത്തെ രാത്രികാലം ചില ജഡ സ്വഭാവങ്ങൾ അതെ ആത്മാവിനാൽ മരിച്ചട്ടെ, അത് ഇല്ലാതായി തീരട്ടെ. ഒരിക്കലും ഉയർന്നു വരാത്ത വിധത്തിൽ അതിന് മാറിപ്പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല. ദൈവം അനുവദിച്ചാൽ ഞാൻ ആ ഭാഗത്തേക്ക് പിന്നീട് കടന്നു വരാം. ഇപ്പോഴല്ല, പിന്നെ ഇനി ഉണ്ടല്ലോ ദിവസം. ഹല്ലേലൂയ. കടന്നു വരാം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുക മാത്രമല്ല. ദൈവം ഇതിനെ കൈയടിച്ച് കുറെ ബഹളം വെക്കാൻ വേണ്ടി മാത്രമല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരായിരിക്കും. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ ദിവസം തോറും ഓരോന്നിനെ കൊല്ലും.
കാരണം ജഡം മരിച്ചിട്ടില്ലല്ലോ, ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ലല്ലോ. ആത്മാവിന്റെ വീണ്ടെടുപ്പാണ് നടന്നിരിക്കുന്നത്. ജഡത്തിന്റെ വീണ്ടെടുപ്പ് കർത്താവ് മേഘങ്ങളിൽ പ്രത്യക്ഷരാകുമ്പോൾ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് എതിരേൽക്കുമ്പോഴാണ് ജഡത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അതുവരെ ഇതെന്ത് ചെയ്യും? ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ആത്മാവിനാൽ അതിനെ പരിഹരിക്കും. പൗലോസ് പറയുന്നുണ്ട് ഒരിക്കൽ റോമാലേഖനത്തിൽ പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാന് ആഗ്രഹിക്കാത്ത തിന്മ എന്നിലുണ്ടെന്നൊരു പുതിയ പ്രമാണം ഞാൻ കാണുന്നു. ഓ, ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? കർത്താവായ യേശു മുഖാന്തരം ജയം തരുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോ പൗലോസിനൊരു 2 പ്രമാണമുണ്ട്. തിന്മയുടെ ഒരു പ്രമാണം എവിടെ ഇരിക്കുന്നത്? ആ കൂട്ടുകാരന്റെ കയ്യിലല്ല, മാതാവിന്റെയും പിതാവിന്റെയും കയ്യിലല്ല, വേറെ അപ്പോസ്തലന്മാരുടെ കയ്യിലല്ല. എന്റെ ശരീരത്തിൽ ഒരു പ്രമാണം വേറെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതിനെ എന്ത് ചെയ്യുകയാണ്? ഞാനതിനെ മർദ്ദിച്ച് അതിനെ എന്ത് ചെയ്യുകയാണ്? ഞാനതിനെ അടിമയാക്കി അതിനെ ഈ ആത്മാവിനാൽ കൊല്ലുകയാണ്. പിടിച്ചടക്കണം. അരുതാത്തത് പറയാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പൊങ്ങി വരുമ്പോ ആത്മാവ് നിന്നോട് പറയും, നോ നോ നോ, കൊല്ലുകളഞ്ഞേക്കണം, മിണ്ടരുത്. ഹല്ലേലൂയ. കൈകാലുകൾ ആ അരുതാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, കൊല്ലണം. No, no, it's not possible. I am a spiritual man. I cannot do that one. Hallelujah. കർത്താവ് പറഞ്ഞ കണ്ണിടർച്ച വരുത്തുന്നെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ വലത് കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകള. ഒറ്റ കണ്ണിനായി സ്വർഗത്തിൽ പോകുന്ന നല്ലത് 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ. വലത് കൈ ഇടർച്ച വരുത്തുന്നെങ്കിൽ വെട്ടി കളയണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവിക രാജ്യത്തിൽ പ്രവേശിപ്പാൻ തടസ്സമായി ജീവിതത്തിൽ കടന്നു വരുന്നതിന് നാം എന്ത് ചെയ്യണം? കളയണം. ആത്മാവിനാൽ അതിനെ ജയിക്കണം. ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് കഴിയുമെന്നേ. നമുക്ക് കഴിയാത്തതൊന്നും ദൈവം നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ചെയ്യാവുന്നതേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ്, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരത്രേ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ നാം ദൈവത്തിന്റെ മക്കളാ. പക്ഷെ ആരാൽ നടത്തപ്പെടണം? ജഡത്താൽ നിയന്ത്രിക്കപ്പെടുകയാണോ? ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ അത്രേ. ആ വാക്യം എടുത്തു വായിച്ച് കേൾപ്പിച്ചാട്ടെ. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ആരാ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഓക്കെ, അധികാരം കിട്ടി. പക്ഷെ ആണോ എന്ന് അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരെ അത്രേ തമ്പുരാൻ ദൈവമക്കളെന്ന് അത് എണ്ണപ്പെടുകയുള്ളൂ. സ്തോത്രം. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഇസ്രായേലിന് ജനിച്ചവരെല്ലാം ഇസ്രായേലിരുന്നു അബ്രഹാമിന്റെ സന്തതിയായാൽ എല്ലാവരെയും മക്കളെന്നും വിളിക്കുന്നില്ല. പെന്തക്കോസ്തിൽ ചേർന്ന് മുങ്ങി പൊങ്ങിയത് കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ദൈവവേദലേ, സ്വർഗം കാലിയായിട്ട് കിടന്നാലും ഹല്ലേലൂയ, ജഡസ്വഭാവമുള്ളവനെ അങ്ങോട്ട് കയറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. ഒത്തിരി തിയോളജി ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് പലയിടത്താ. അതൊക്കെ പെട്ടെന്ന് ആ ചർച്ചൊക്കെ വീഡിയോ ആളുകളാ. കൽപ്പരാൻ പറഞ്ഞ ചെറിയ ആട്ടുംകൂട്ടമേ നീ നോഹയുടെ കാലത്ത് എത്ര ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു എന്നറിയാമോ? 8 പേരെ പെട്ടെന്ന്. ഈ ലോകത്തിലെ സകല ജനവും തെറ്റിപ്പോയാലും 2 എണ്ണമേ ഉള്ളെങ്കിലും അവരെ കൊണ്ടുപോകുവാൻ വരുമെന്ന് അവര് മാത്രമേ എടുക്കപ്പെടുകയുള്ളൂ. ആകയാൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുക. ഡിസ്ട്രക്ഷൻ പിശാചിന്റെ തന്ത്രങ്ങളിൽ ഒരു തന്ത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചോണം. ഇനി മുതൽ ശ്രദ്ധിച്ചോണം. നമ്മൾ ശ്രദ്ധയുള്ളവരാ. എങ്കിലും പലപ്പോഴും നമ്മള് അത്ര മൈൻഡ് ചെയ്യാതെ പലപ്പോഴും നാം കാലിടറിപ്പോകാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കൊള്ളണം. പിശാചിന്റെ തന്ത്രമാണെങ്കിലും എന്റെ തമ്പുരാന്റെ ടെസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. ഈ ടെസ്റ്റിൽ ഞാൻ പാസ്സാകണം. ഹല്ലേലൂയ.
നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. ഒരു സംഭവ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുക. ഒരു രണ്ട് സ്ത്രീകള് രണ്ടുപേരും കൂടിയാൽ പിന്നെ നമുക്കറിയാവില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അവരിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവര് കാറിനകത്ത് പോകുകയാ. നാത്തൂനുമാ അതോ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൂടാ. അതിൽ ഒരാൾക്കൊരു കുഞ്ഞുണ്ട്, 6 മാസം പ്രായമായ കുഞ്ഞ്. പുറയിലെ സീറ്റിൽ ഒക്കെ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇവര് കാറൊക്കെ കൊണ്ടുവന്ന് ഓടിച്ചു കൊണ്ടുവന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ അവർ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിപ്പോയി കുഞ്ഞിനെ എടുക്കാൻ മറന്നുപോയി. ഇന്നത്തെ കാലമല്ല. ഇന്നത്തെ കാലത്ത് കീ ഇട്ട് തുറക്കുന്ന സംഭവമാണ് ഇത് കേട്ടോ. ഇപ്പോഴാണ് പിന്നെ നമുക്ക് മൊബൈലിൽ കൂടെ വേണമെങ്കിലും തുറക്കാവുന്നൊക്കെയാ പറയുന്നത് ഇപ്പോഴത്തെ സിസ്റ്റം. അന്നത്തെ കാലത്ത് കീ അകത്തിട്ടിട്ട് ഡോറങ്ങ് നല്ല പൊരിഞ്ഞ വെയില്. സൂപ്പർ മാർക്കറ്റിലെങ്ങാണ്ട് ഷെയ്ഡ് വെച്ചിട്ടുണ്ടോ അല്ലെ? ഇവിടെ എവിടെങ്കിലും ടെസ്കോയിലോ മറ്റു പോസ്കോയിലോ ഒക്കെ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് ഷെയ്ഡുണ്ടോ? നല്ല വെയിലത്ത് ഇങ്ങനെ ഇട്ടേക്കുക. കുഞ്ഞകത്തിരുന്ന് ചുമക്കാൻ തുടങ്ങി. അല്ലല്ല, കുറച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് മനസ്സിലായി കുഞ്ഞകത്താണെന്ന്. ഓടി വന്നു. ആകെ ബഹളം, കഥവ് തുറക്കുന്നില്ല. ആ സമയത്താണ് അതൊരു ടാക്സി ഡ്രൈവർ വന്നു. കാര്യം തിരക്കി എന്താ സംഭവം. അദ്ദേഹം അങ്ങോട്ട് കാറിലോട്ട് ചെന്നിട്ട് തന്റെ ജാക്കി ഉണ്ടല്ലോ, നമ്മുടെ ഷെഫിനിയുടെ അടുത്ത് വെച്ചിരിക്കുന്ന ജാക്കി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് ബാക്കിലെ ഡോറ് ഒരൊറ്റ അടി, ആ ഡോർ അങ്ങ് പൊട്ടിച്ച് കൈയിട്ട് ആ കുഞ്ഞിനെ എടുത്ത് അപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ വായി കൂടെ ഇതൊക്കെ വന്നു, അല്ലെ ചുമന്നു വല്ലാത്തത്. അപ്പോഴാണ് വേറൊരു ആന്റി, ആ കാറിനകത്തുണ്ട് ആന്റി ആകെ ചൂടായി. താൻ എന്തിനാണോ എന്റെ ഗ്ലാസ് പൊട്ടിച്ചത്? എത്ര രൂപയുടെ ഗ്ലാസ് ആണെന്നറിയാമോ? അതിന്റെ പൈസ നീ തരാതെ തന്നെ വിടത്തില്ല. എന്തിനാ പ്രിയോറിറ്റി? ആർക്കാണ് പ്രിയോറിറ്റി? കാറിന്റെ ഗ്ലാസ് ആണോ അതോ നമ്മുടെ പ്രിയോറിറ്റി എന്താ? ഈ ലോകത്തിലെ ചില താൽക്കാലികമായ ചില കാര്യങ്ങളാണോ പ്രിയോറിറ്റി? അതോ സ്വർഗീയമായ നമ്മുടെ ഭൗമ ഭവനം അഴിഞ്ഞ് ആ ഭവനത്തിൽ ചെല്ലാനുള്ളതാണോ നമ്മുടെ പ്രിയോറിറ്റി? നാം എന്തിനു വേണ്ടിയാ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതാ? സമുദായ സഭകളെ വിട്ട, ജാതീയ മാർഗങ്ങളെ വിട്ട, സകലത്തെയും വേണ്ട എന്ന് വെച്ച നാം ഈ മാർഗത്തിലേക്ക് കടന്നു വന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഭൗതിക നന്മയല്ല അല്ലെ. എന്നാൽ എന്റെ ലക്ഷ്യം ഇവിടെയല്ല. എന്റെ ലക്ഷ്യം അക്കരെ നാടാണ്. എന്റെ പ്രിയോറിറ്റി എന്ന് പറയുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ നഗരമാണ് എന്റെ പ്രിയോറിറ്റി. കർത്താവിന്റെ വീണ്ടും വരവാണ് പ്രിയോറിറ്റി. അതെ, പൗലോസ് പറഞ്ഞു, വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇതൊക്കെ ചപ്പൊന്നും ചാവറന്നു വേണ്ടി എന്റെ മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഈ ഭൗമിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങളിൽ അല്ല നമ്മുടെ പ്രിയോറിറ്റി, ആത്മീയത്തിൽ നമ്മുടെ പ്രിയോറിറ്റി ഉണ്ടായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. പിശാച് നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കുവാൻ അവന്റെ തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയാത്തവരായിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗമാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തില് പിശാചിന്റെ അടുത്ത തന്ത്രമാണ് ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെടുത്തുക. ഡിസ്കറേജ്മെന്റ്, നിരുത്സാഹപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ പെട്ടെന്ന് വിശദീകരിക്കാൻ ഇനി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. നമുക്ക് ഡ്യൂട്രോണോമി ചാപ്റ്റർ 1 വേഴ്സസ് 28 വായിക്കാം. ഡ്യൂട്രോണോമി ചാപ്റ്റർ 1 വേഴ്സസ് 28 എളുപ്പം വായിച്ചാൽ അവിടെ യോശുവ പറയുന്ന ഒരു കാര്യമുണ്ട്. എവിടേക്കാകുന്നു നാം കയറി പോകുന്നത്? ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ഞങ്ങൾ അവിടെ അനാക്യരെയും കണ്ടു എന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഉരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നു. നിങ്ങൾ കാണെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കണം, ഇവര് 40 ദിവസം ഉറ്റുനോക്കാൻ പോയി. മോശക്കാരല്ല പോയത് കേട്ടോ. മോശയോട് ദൈവം പറഞ്ഞു,
ഇസ്രായേൽ 12 ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കണം. അവർ പ്രഭുക്കന്മാരായിരിക്കും. പ്രഭുക്കന്മാരെയാ തിരഞ്ഞെടുത്തത്. പ്രവേശിച്ചല്ലോ. ആ പ്രഭുക്കന്മാര് അവര് 40 പേര് കനാൻ നാട് ഉറ്റുനോക്കാൻ പോയി. 40 ദിവസം, എത്ര ദിവസം ഉറ്റുനോക്കി? 40 ദിവസം ഉറ്റുനോക്കി. അവര് 40 പേരോട് ഒരുമിച്ച് നമ്മൾ ഇനി ആരാധനയ്ക്ക് കടന്നു വരുന്ന പോലല്ല വന്നത്. രണ്ടുപേരെ ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. ഹല്ലേലൂയ. അത് അറിയാമല്ലോ നമുക്ക്. രഹാബിന്റെ വീട്ടിൽ എത്ര പേരാ കയറിയത്? അപ്പൊ 2 പേരെ വെച്ചല്ലേ അയച്ചതാ. ഹല്ലേലൂയ. എന്നിട്ട് അവര് തിരിച്ചു വന്നപ്പോൾ അവരെന്താ കൊണ്ടുവന്നത്? ഒരു മുന്തിരിക്കൊല 2 പേര് ചുമന്നുണ്ടാവുന്നത്. അവിടെ പറയുന്നത് ദേശം നല്ലത്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. പക്ഷേ നമുക്കത് കൈവശമാക്കാൻ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നിങ്ങളെ ഒരു സ്പൈ വർക്കിന് പാകിസ്ഥാനിലോട്ട് അയക്കുക. ധൈര്യം വേണമെന്ന്. You should have courage. You should have courage in order to go the enemy places and spy for the. അവർക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷെ എന്തില്ലായിരുന്നു? വിശ്വാസമില്ലായിരുന്നു. കറേജുണ്ട്, വിശ്വാസമില്ല. ധൈര്യം മാത്രം പോരാ. ദൈവവേദിയില് തമ്പുരാൻ എന്താ ആഗ്രഹിക്കുന്നത്? വിശ്വാസമില്ലാത്തത് കൊണ്ടാ. അതുകൊണ്ട് അവര് പറഞ്ഞത് നമുക്കത് കൈവശമാക്കാൻ പറ്റുകയില്ല. എന്നാൽ യോശുവയും കാലേബും എന്താ പറഞ്ഞത്? യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അത് കൈവശമാക്കും. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനും അവൻ സേനകളുടെ നായകൻ എന്നാണ് എന്റെ യേശുവിന്റെ പേര്. സേനകളുടെ നായകൻ എന്നോടും നിങ്ങളോടും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുൻപിലുള്ള സകല മതിലുകളും സകല ദുർഘടങ്ങളും സകല ഇരുമ്പ് വാതിലുകളും അതിനെ തകർപ്പാൻ തക്കവണ്ണം, അനാക്യമല്ലന്മാരെ തോൽപ്പിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളവൻ എനിക്ക് മുൻപ് പോകുകയാണ്. ആത്മീയത്തിലായാലും ഭൗതികത്തിലായാലും ഏത് കാര്യത്തിലായാലും പിശാച് കൊണ്ടുവരുന്ന അടുത്ത തന്ത്രമാണ് എന്താ? ഡിസ്കറേജ്മെന്റ്. നടക്കത്തില്ല, സൗഖ്യമാകത്തില്ല, വിടുതൽ നടക്കത്തില്ല, നിന്നെ ആത്മീയത്തിന് കൊള്ളത്തില്ല, നീ ഒരു വാശിനും കൊള്ളരുതാത്തവളാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇടിച്ചിരുത്തുമ്പോൾ പറയണം വിശ്വാസത്തിന്റെ വാക്കുകൾ. ഇല്ല, എന്റെ ദൈവത്താൽ സകലം സാധ്യം. എന്ന് പറഞ്ഞാട്ടെ, എന്റെ ദൈവത്താൽ സകലം സാധ്യം. ആമേൻ. അവൻ അസാധ്യമായി ഒന്നുമില്ല. ഡിസ്കറേജ്മെന്റ് പേർത്താൻ മനസ്സിനകത്ത് കൊണ്ടിട്ട് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ലാതെ അതെ നിന്നെ തോൽപ്പിച്ച് കളയുമ്പോൾ നിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പിശാച് പറയുമ്പോൾ പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. അവൻ എന്റെ ദീപത്തെ കത്തി, അല്ലെങ്കിൽ അവൻ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. വിശ്വാസത്തിന്റെ വാക്കുകൾ മനസ്സിലിരുന്ന പോരാ, വാ കൊണ്ട് അട്ടർ ചെയ്യണം. കൺഫസ് വിത്ത് യുവർ ടങ്. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നീ വിശ്വസിച്ചാൽ മാത്രം മതിയായിരുന്നോ? വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുവായിരുന്നോ? അല്ലല്ല, വാ കൊണ്ട് ഏറ്റു പറയണം. അല്ലെ, വിശ്വാസത്തിന്റെ പ്രവർത്തികൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവവേദിയിലെ ദൈവിക വാഗ്ദത്തം എടുത്ത് നിന്റെ നാവ് കൊണ്ട് നീ പറയണം. നിന്റെ നാവിന്മേൽ ജീവനും മരണവും ഇരിക്കുകയാണ്. ഡിസ്കറേജ്മെന്റ് നിന്നെ കൂടെ നടക്കത്തില്ലെന്ന് പറയുമ്പോ എന്റെ ദൈവത്താൽ നടക്കും. ആമേൻ. യോശുവയെ പോലെ കാലേബിനെ പോലെ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം അതിനെ അനാക്കി മല്ലന്മാരുണ്ട്. അവിടെ പറയുന്നത് എന്ത്? ആകാശത്തോളം എത്തുന്ന മതിലുകള്. ദേശമൊക്കെ നല്ലതാ. അനാക്കി രാക്ഷസന്മാര്, the giants of Anakis are there. പ്രതികൂലങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കത് പറ്റുകയില്ല. എന്നാൽ 2 പേര് പറഞ്ഞത് തമ്പുരാനങ്ങ് ഇഷ്ടമാണ്. അവരെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് വേറെ ഒരു സ്വഭാവം, വേറെ ഒരു സ്വഭാവം. അവരെന്നോട് പറ്റിയിരിക്കുക. അവന് വേറെ ഒരു സ്വഭാവം. ഇരിക്കുന്ന കൂട്ടത്തിൽ തമ്പുരാൻ എല്ലാരെയും നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്രകാരമുള്ള സ്വഭാവമുള്ളവരാരാണ്? അവനും അവന്റെ സാന്ത്വനയും കനാൻ നാട്ടിൽ പ്രവേശിക്കും. ആമേൻ.
താത്താൻ പറയുന്നത് നീ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. കാരണം ഇല്ല, ഞാൻ പോകും, ഞാൻ പോകും. ഈ ഉപവാസം പ്രാർത്ഥനയിൽ ഞാനൊരു ക്രമീകരണം എനിക്ക് തന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പോകും, ഞാനത് കൈവശമാക്കുവാൻ. അല്ലേ കാലേബ അതെ യോർദാന് അവിടെ കടന്ന് അകത്ത് കയറി. അവിടെ ചെന്നപ്പോഴാണ് ഈ ഹെബ്രോൻ മല ഇതുവരെ കീഴടക്കിയിട്ടില്ല. യോശുവ അടുത്ത് വന്ന് പറയാ, അന്ന് മോശ കൽപ്പിച്ചതാ ഹെബ്രോൻ മല എനിക്ക് തരണമെന്ന്. എനിക്കിപ്പോ 85 വയസ്സുണ്ട്. പക്ഷെ അന്നത്തെ പോലെ പടയ്ക്ക് പോകുവാനും പടം വെട്ടുവാനുമുള്ള ആരോഗ്യം എനിക്കുണ്ട്. ഈ ആരോഗ്യം എവിടുന്നാന്ന് അറിയാമോ? തമ്പുരാനിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാ, അവനുള്ള ആശ്രയമാ. 85 വയസ്സുള്ള ഈ കാലേവന് ധൈര്യം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവവൈതലേ, ഇവിടെ പ്രായമല്ല വിഷയം. എന്നാൽ ദൈവവൈതലേ നടത്തുന്ന ദൈവമാ. കാര്യം എന്താണെന്നറിയാമോ? അവന് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ പ്രയോജനപ്പെടുത്തുന്ന ദൈവമാണ്. ആയുസ് ദീർഘമാക്കി തരുന്ന ദൈവമാണ്. അവന് വേണ്ടി അതേ ഉപയോഗപ്പെടുത്തുമെന്ന് കണ്ടാൽ അവൻ നമ്മെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവമാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ആ കൃപ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഡിസ്കറേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ സാത്താൻ കൊണ്ടുവരുമ്പോൾ നാം അതിനെ ജയിക്കണം. പത്രോസ് മുങ്ങിത്താണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, ബാക്കി എടുക്കേണ്ട കാര്യമില്ല. പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവ് നീ ആണെങ്കിൽ കൽപ്പിക്ക്, നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്ക്. അന്നേരം കാറ്റ് അടങ്ങിയിട്ടില്ല, തരമാല അടങ്ങിയിട്ടില്ല, ശാന്തമായിട്ടില്ല. അപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? യേശുവിനെ കണ്ടപ്പോ തിരമാലയും മറന്നു, കാറ്റും മറന്നു. യേശുവിനെ കണ്ടപ്പോ ഒറ്റ ആഗ്രഹം, നീ ആണെങ്കിൽ തമ്പുരാനെ പറ, ഞാൻ നിന്റെ അടുക്കലേക്ക് വരാം. അവന്റെ ധൈര്യം കണ്ടിട്ട് യേശു പറഞ്ഞു, വാടാ മോനെ, നീ ഇറങ്ങി വാണേ. അവൻ കടലിന്മേൽ വെള്ളത്തിന്മേൽ നടന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നടന്നേ. ഹല്ലേലൂയ. എന്റെ യേശു നടക്കുന്നുവെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നടക്കാൻ കഴിയുമെന്നേ. ഈ തിരമാലയുടെ മുകളിലൂടെ നിന്നെ നടത്തുവാൻ, ഈ കാറ്റിനെ നിന്നെ യേശാദവനെ നിന്നെ മുക്കിക്കളയാതെ നടത്തുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ഈ കാറ്റും കോളും തിരമാലയും ഒന്നും കണ്ട് ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട. പുള്ളി എപ്പോഴാ മുങ്ങിയെന്നറിയാമോ? യേശുവിന്റെ ദൃഷ്ടി മാറ്റി ഇങ്ങോട്ട് നോക്കിയപ്പോ ചുറ്റുവട്ടങ്ങളെ നോക്കി. നമ്മളൊക്കെ മുങ്ങുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ദൈവത്തിൽ ആശ്രയം അങ്ങോട്ട് മാറ്റിയിട്ട് ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കും. അപ്പൊ മുങ്ങാൻ തുടങ്ങും. എന്നാലും വേണ്ടിയില്ല, നിലവിളിക്കൂ, കർത്താവേ രക്ഷിക്കണമേ. നമ്മുടെ കർത്താവിന്റെ കാര്യമേ. ഹല്ലേലൂയ. വിശ്വാസം. അവൻ അല്പവിശ്വാസിയാ. അവനെ പറഞ്ഞ അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഹല്ലേലൂയ. നീ എന്തിന് സംശയിച്ചു? ഇന്ന് പകൽക്കാലം രാത്രികാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ദൈവമേ. ഇന്ന് നിലവിളിക്കുന്ന മകൾ നിന്നെ മുങ്ങി താഴ്ന്ന കരകയറ്റി അക്കരെ എത്തിക്കാൻ ദൈവ സ്നേഹത്തിന് മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു തന്ത്രമാണ്, എന്റെ പേര് ഡിസൊല്യൂഷൻമെന്റ്. ഡിസൊല്യൂഷൻമെന്റ് എന്ന് പറഞ്ഞാല് അത് ഡിസപ്പോയിന്റ്മെന്റ്. നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. ഇപ്പോഴാണെന്നറിയാമോ പ്രാർത്ഥിച്ചത്? നമ്മൾ പറഞ്ഞ സമയത്ത് കിട്ടിയില്ലെങ്കിൽ, നമ്മൾ പറയുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റാ. ഈ ഞാന് നിങ്ങൾക്ക് വാക്യം എടുക്കണേ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 47-ാമത്തെ വാക്യം. ഏലിയാവ് കാർമേലിൽ ഒരു വലിയ ഒരു ആരാധന നടത്തി. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? കാർമേലിൽ ഒരു വലിയ ആരാധന നടത്തി. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുക. അപ്പുറത്തെ സൈഡിൽ എത്ര ഉണ്ടെന്ന് അറിയാമോ? 400 അശേരയും 450
ആ ബാലിന്റെ പ്രവാചകന്മാരോട് ഏതാണ്ട് 850 പേര് അപ്പുറത്ത് അവര് രാവിലെ സന്ധ്യ വരെ ദേഹത്ത് മുറിവുണ്ടാക്കി ബാലേ 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 എന്നും പറഞ്ഞുകൊണ്ട് യാഗപീഠത്തിന് മുൻപിൽ കിടന്ന് എന്ത് രസവാന്തരിക ആരാധന കാണാനല്ലേ ബാലേ ഓടുന്നു ബാലേ എന്നിട്ട് കേൾക്കാത്തതുകൊണ്ട് ദേഹം അങ്ങ് മുറിച്ചു, എന്നിട്ട് രക്തമൊഴുക്കി, എന്നിട്ടും ആരാ ഏലിയാവ് പറഞ്ഞിട്ട് അവൻ ചിലപ്പോ വെല്ലോടും പോയിരിക്കായിരിക്കും. എന്നിട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞ് മാറിയിരിക്കാൻ മതി യാഗപീഠം ഒന്ന് പുതുക്കി പണിത് അതെ തടം നിറച്ച് വെള്ളം നിറച്ചിട്ട് യാഗവസ്തുവിനെ വെട്ടി അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ പുറത്തും വെള്ളം ഒഴിച്ചിട്ട് എന്തോ വെറ്റെന്തുവായിരുന്നു അറിയാമോ? തീ കൊണ്ട് ഉത്തരവരുളുന്ന ദൈവം തന്നെ ദൈവം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് തീ കത്തിക്കാൻ നോക്കുക. ഈ 850 പേരും കൂടെ ഇന്ന് ആഹാബും മറ്റുള്ളവർ ഇസ്രായേലിൽ മുഴുവൻ പറഞ്ഞാണ് യവനെ പോലൊരു മണ്ടൻ മഴ പെയ്ത് വെള്ളം കൊടുത്ത് കുതുത്തു വെച്ചേക്കുക, ഇതിനെ നീ തീ ഇറക്കി ഇതിനെ ദഹിപ്പിക്കുമെന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചോളേ. ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ ദാസനെന്നും നീ സാക്ഷാ ദൈവമെന്നും വെളിപ്പെടുത്തേണ്ടതിന് എനിക്ക് ഉത്തരവരുളണമേ. ക്ഷണത്തിൽ സ്വർഗത്തിൽ തീ ഇറങ്ങി. ആമേൻ. ഞാൻ ദൈവത്തിന്റെ ദാസനും ദാസിയുമാണോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ വിളിക്ക് ഉത്തരം തരും. 3.5 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഇവിടെ നടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും അന്നേരം അങ്ങോട്ട് കയറി പ്രാർത്ഥിച്ചതാണെന്ന്. അല്ലാതെ വലിയ ദീർഘമായ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം കൊടുത്തതാ. ഏലിയാവിന്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പെറ്റെന്തുവായിരുന്നു? തീ ഇറക്കണമെന്നാ. അത് കഴിഞ്ഞ് വേറൊരു പ്രോമിസ് കിടപ്പുണ്ട്, ഇത് കഴിഞ്ഞ ഉടനെ ഞാന് മഴ പെയ്യിക്കും. പക്ഷെ മഴ പെയ്തോ? വെറുതെ വെള്ളം കോരി ഒഴിച്ചത് ദഹിപ്പിച്ചെന്നല്ലാതെ മഴ പെയ്തോ? ഉള്ളിമുട്ടയിലിരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, തന്റെ ഏകസിയെ പറഞ്ഞു വിടാൻ തുടങ്ങി. പോയി നോക്കടാ, വല്ലതും പൊങ്ങുന്നുണ്ടോ കാർമേഘം? 7ാം പ്രാവശ്യവും വന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? കൈപ്പത്തി പോലൊരു മേഘം. ഇന്ന് പകൽക്കാലം ചില കൈപ്പത്തികൾ പോലുള്ള ചില അടയാളങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പൊങ്ങി വരുന്നത് നിങ്ങളുടെ ആകെ കണ്ണുകൊണ്ടൊന്ന് കണ്ടാട്ട് എല്ലാവരും കണ്ണടച്ച് ആ മേഘത്തെ, ആ കൈപ്പത്തി പോലുള്ള ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്, നിങ്ങളുടെ തലമുറകളിൽ നടക്കുന്നത്, സഭയിൽ നടക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ നടക്കുന്നത് ഇന്ന് പകൽക്കാലം നിങ്ങളത് കണ്ടാട്ട് ഡിസപ്പോയിന്റ്മെന്റ് ആകരുത്, ഡിസപ്പോയിന്റ് ചെയ്യരുത്. ദൈവസന്നിധിയിൽ വെച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവമേ, ഏലിയാവ് ഒറ്റ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കിയെങ്കിൽ മഴ പെയ്യാൻ 7 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 7ാമത്തെ പ്രാർത്ഥനയിൽ ഇത്രയും മാത്രമുള്ള ഒരു മേഘമാ പൊങ്ങി വന്നത്. ആ മേഘത്തിൽ അവൻ ആഹാബിനോട് പറയുന്നുണ്ട്, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. ചെറിയ കൈപ്പത്തിയിൽ ആരും കേൾക്കാത്ത മഴയുടെ മുഴക്കം ഏലിയാവ് കേട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ചില മുഴക്കങ്ങൾ, വിടുതലിന്റെ മുഴക്കങ്ങൾ, ചില മഴയുടെ മുഴക്കങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കേൾപ്പിക്കുന്നത് നിനക്ക് ശ്രദ്ധിപ്പാൻ കഴിയുന്നുണ്ടോ? വിടുതൽ നടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒരു മഴയുടെ മുഴക്കം, ഒരു വിടുതലിന്റെ മുഴക്കം ഞാൻ കേൾക്കുകയാണ്. മഴയുടെ മുഴക്കം, ഒരു മഴയുടെ അതേ മുഴക്കം, ഒരു ഇടിയുടെ മുഴക്കം, ഒരു വിടുതലിന്റെ മുഴക്കം. എന്റെ ഹല്ലേലൂയ, ആ വിശ്വാസത്താൽ ഞാൻ കാണുകയാണ്. എന്നിട്ട് ഏലിയാവ് ചെയ്തത് എന്താണെന്നറിയാമോ? ആഹാബിനോട് പറഞ്ഞ രഥം പൂട്ടി പൊക്കോളാം. രഥം പൂട്ടി പോകാൻ പറഞ്ഞു. പുള്ളി എന്ത് ചെയ്തു? രഥത്തിന് മുമ്പിൽ ഓടി. എവിടുന്ന എന്റെ അപ്പ ഈ ബലം? 5-6 കുതിരകളെ കെട്ടിയ രഥത്തിന്റെ മുകളിൽ ഈ പുള്ളി അതിലും സ്പീഡിൽ ഓടുകയാണ്. കാലാളുകളോട് കൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയാളികളുടെ മുമ്പിൽ നീ എന്ത് ചെയ്യും? നാം ക്ഷീണിച്ചു പോകാനല്ല, തളർന്നു പോകാനല്ല, ഹല്ലേലൂയ, എഴുന്നേറ്റ് തമ്പുരാൻ വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. ആമേൻ, ഹല്ലേലൂയ. ഏലിയാവ് മരിക്കാൻ കിടന്നപ്പോ ഒരു ദൂതനെ വിട്ട് കനലിലെ അടയും തുരുത്തിയിലെ വെള്ളവും ഒക്കെ കൊടുത്ത്
ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? എന്നിട്ട് നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ട്. ഇവിടെ കൊണ്ടൊന്നും നിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല ദൈവവൈദ്യരെ. ഈ ഈ ഈ ഒരു ഉപവാസ പ്രാർത്ഥന കൊണ്ടൊന്നും തീരുന്നതല്ല. നിനക്ക് ഇനിയും അധിക ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. അനേക ശുശ്രൂഷകൾ നിനക്ക് ചെയ്തെടുപ്പാനുണ്ട്. ഹല്ലേലൂയ. ദൈവ നിയോഗം നിന്റെ മേൽ കിടക്കുകയാണ്. നിർത്തുകയാണ്. ആകയാൽ ദൈവവൈദ്യരെ നമ്മുടെ ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. നാം ഈ ദിവസങ്ങളിൽ നിരാശപ്പെട്ടിരിക്കരുത്. ഹല്ലേലൂയ. അടുത്തതാണ് ഹല്ലേലൂയ അസംതൃപ്തി വരുന്ന അസംതൃപ്തി. ആമീൻ. ഹല്ലേലൂയ. ഡിസ്സാറ്റിസ്ഫിക്കേഷൻ. ഈ മരുഭൂമിയിൽ മന്ന കൊടുത്തപ്പോ നമുക്ക് ആദ്യം എന്താ അവർക്ക് തോന്നിയത്? തേൻ കൂട്ടിയ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ വാക്യം ഒക്കെ എടുത്ത് വായിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്തുപോലായി? എണ്ണ കൂട്ടിയ ദോശ. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്താ പറ്റിയത്? ഈ സാരമില്ലാത്ത ഈ സാധനം ആർക്ക് വേണം? ഹല്ലേലൂയ. ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ എത്ര പെട്ടെന്ന് മടുപ്പ് തോന്നും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഇവിടെ അതിന്റെ 1 കൊരിന്ത്യർ ആ വാക്യം എടുത്ത് വായിക്കണേ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിടെ ഇതിലൂടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവരിൽ ചിലർ പിറുപിറുത്തു. പിറുപിറുത്ത ഏതായി പിറുപിറുത്തത്? ഈ സാരമില്ലാത്ത സാധനം ആർക്ക് വേണം? പിറുപിറുത്തു. സംഹാരിയാൽ നശിച്ചുപോയി. ഹല്ലേലൂയ. നോക്കിയാട്ട് പിറുപിറുപ്പ്, മർമറിങ്, കുട്കുടാന. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നശിച്ചുപോയി. ഇവരെ നശിച്ചു പോകാനാണോ വിളിച്ചോണ്ട് വന്നേ? മിസ്രൈമിൽ ഇറക്കിക്കൊണ്ടുവന്ന് നശിച്ചു പോകാനാണോ? ഒറ്റ നോക്കാൻ പോയവര് 40 ദിവസം ഒറ്റ നോക്കി. അവരവിശ്വാസം പറഞ്ഞു. അത് മുഖാന്തരം എന്താ? ഇവരെവിടാ നിൽക്കുന്ന? വാഗ്ദത്തത്തിന്റെ പടിവാതിൽ നിൽക്കുകയാ. There is one step away from the promised land. Just only one step. പക്ഷെ എത്ര ഡിലേ ചെയ്തു? 40 വർഷം. നമ്മുടെ പ്രോമിസ് പലപ്പോഴും ഡിലേ ആകുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ കുഴപ്പമല്ല ദൈവവൈദ്യരെ, നമ്മുടെ അവിശ്വാസത്തിന്റെ കുഴപ്പമാ. They would have inherited that promised land. It is only a step away. Hallelujah. പക്ഷെ എന്ത് പറ്റി? പിറുപിറുത്തു, അവിശ്വസിച്ചു, അവർ അതൃപ്തി കാണിച്ചു. അതിന്റെ ഫലമായിട്ട് അവർ മരുഭൂമിയിൽ പട്ടുപോയി. നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടാന്തത്തിന് എഴുതിയിരിക്കുകയാണ്. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവവൈദ്യരെ ദൈവത്തെ അവിശ്വസിക്കരുത്, അതൃപ്തി കാണിക്കരുത്. അന്നത്തെ അതേ സന്തോഷം, അന്നത്തെ അതേ താല്പര്യം, രക്ഷിക്കപ്പെടുന്ന നാളിലെ അതേ സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിച്ച്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഒന്ന് പറഞ്ഞാട്ടെ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലൂടെ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സമയം എന്റെ മുൻപിൽ കൊയ്തുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്തതാണ് അല്ലെങ്കിൽ പിശാചിന്റെ പരിപാടിയാണ്. എന്താണ്? ഡിവിഷൻ നടത്തുക. എന്നിട്ട് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഇട്ട് വിയോജിപ്പുണ്ടാക്കി സഭായോഗങ്ങളെ മുടക്കുന്ന അനുഭവത്തിലേക്ക് നടത്തുന്ന പൈശാചിക തന്ത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകൾ നടച്ചാവും. നിങ്ങളുടെ സഭായോഗങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. സഭയുടെ നാഥൻ ആ യോഗത്തിൽ എഴുന്നള്ളി വരുമ്പോൾ അവന്റെ രക്തം കൊടുത്തു വിലക്ക് വാങ്ങിയ ദൈവവൈദ്യലേ, അവൻ നിന്നെ നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നീ ഇല്ലെങ്കിൽ ആ നാഥൻ എത്ര വിഷമമുണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് അടച്ച് തൊഴുകയോടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. ഉപവാസ പ്രാർത്ഥന നമ്മുടെ ദൈവത്തിൽ വിടുതലിന്റെ
ഒരു വിടുതലിന്റെ, ഒരു രൂപാന്തരത്തിന്റെ ഹല്ലേലൂയ വിടുതലായി മാറട്ടെ. രണ്ടോ മൂന്നോ പേര് കൂടി വരുന്ന മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞവൻ നാഥൻ കടന്നു വന്നാലും പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞ് ആരാധനയ്ക്ക് വരുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം രാത്രികാലം അത് മാറ്റുക. ഹല്ലേലൂയ. ഞാനായിരിക്കണം മുൻപേ എത്തേണ്ടത്, ഞാനായിരിക്കണം അവിടെ മുൻപേ എത്തേണ്ടത്, എനിക്ക് വേണം മുൻപേ എത്തേണ്ടത്. എന്റെ നാഥൻ നോക്കുമ്പോ ഞാൻ മുൻപിൽ കാണണം. ഹല്ലേലൂയ. സഭയുടെ നാഥൻ സഭയിൽ എഴുന്നള്ളുമ്പോൾ എന്നെ അവിടെ നേരത്തെ കാണുക. ദൈവകരങ്ങളിലേക്ക് വായിച്ച ഭാഗങ്ങൾ വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന സമയമുള്ളതുകൊണ്ട് അതുകൊണ്ട് സാധാരണ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം.